അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈലാപ്പൂർ ഷൗക്കത്ത് മൗലവി നിങ്ങളോട് സംസാരിക്കുന്നു. ഇത് റബീഉൽ അവ്വൽ 9-ാമത്തെ ദിവസം. നമ്മൾ സാധാരണ തന്നുകൊണ്ടിരിക്കുന്ന വോയിസിൻ്റെ 10-ാമത്തെ ക്ലിപ്പാണ് ഇതിൽ കൂടെ തുടരുന്നത്. ബഹുമാനപ്പെട്ട ആദരണീയരായ ഗൾഫ് പ്രവാസികളോട്, നമ്മുടെ നാട്ടുകാരോട് അകമഴിഞ്ഞ സ്നേഹത്തോടും താല്പര്യത്തോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകളെ സംബന്ധിച്ച് ചിലത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവർക്കെല്ലാവർക്കും ജനാബ് ഗൾഫ് മേധാവിയായിട്ട്, ഗൾഫ് അസോസിയേഷൻ്റെ മേധാവിയായിട്ട് ജനാബ് സുബൈർ സജീവമായ രംഗത്താണ് എന്നെനിക്കറിയാം. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹകാരികൾക്കും ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, അതിനുവേണ്ടി ഈ ഹദീസ് അക്കാഡമിയിൽ സേവനത്തിനായി സന്നിഹിതരായിട്ടുള്ള സുഹൃത്തുക്കൾക്കും ഞാൻ അകമഴിഞ്ഞ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്ത, സ്വപ്നത്തിലൂടെ സമ്മാനിച്ച പുതപ്പ് എന്നാണ് വിഷയം ഇന്ന് കൊടുത്തിരിക്കുന്നത്. ആകെ 2 പുതപ്പുകളാണ്. ഒന്ന് സ്വപ്നത്തിലൂടെ ചരിത്രപ്രസിദ്ധമായത്, ഒന്ന് സ്വപ്നത്തിലൂടെ, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അത് കഅബ് ബിൻ സുഹൈൽ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത പുതപ്പാണ്. അത് വലിയ ദീർഘമായ ചരിത്രമാണ്. അത് നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാം. ഇന്ന് സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത പുതപ്പ് എന്ന് പറയുമ്പോൾ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത പുതപ്പാണ്. അത് അങ്ങനെ ഒരു പുതപ്പ് മാത്രമേ സ്വപ്നത്തിലൂടെ നമ്മൾ അറിയപ്പെടുന്നുള്ളൂ. സ്വപ്നത്തിലൂടെ എങ്ങനെ വന്നു എന്നുള്ളത്. ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു മഹാനായ അറബി കവികളുടെ കൂട്ടത്തിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു കവി വരേണ്യനായിരുന്നു. മറ്റതും ആദ്യം കൊടുത്ത ജീവിതകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പുതപ്പും കഅബ് ബിൻ സുഹൈർ എന്ന് പറയുമ്പോൾ തന്നെ സാഹിത്യത്തിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന അറബി കവികളുടെ മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല. അതുപോലെ സാഹിത്യത്തിൽ ഉയർന്നു നിൽക്കുന്ന, വിജ്ഞാനത്തിൽ ഉയർന്നു നിൽക്കുന്ന കവിയും ദാർശനികനും ഒക്കെയായി തീരുന്ന ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹുവിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ പുതപ്പ് സമ്മാനിക്കുന്നത്. അതിൽ കാരണമുണ്ട്. ബഹുമാന്യരായ ആദരണീയരായ ബൂസിരി റളിയല്ലാഹു തആല അൻഹു രോഗബാധിതനായി കിടപ്പിലായി. പക്ഷപാത രോഗം പിടിച്ച് ഇരുവശങ്ങളും തളർന്നു. ശരീരത്തിനാകെ യാതൊരു നിർവാഹവുമില്ലാതെ, യാതൊരു മാർഗവുമില്ലാതെ വിഷമിച്ചു. ശിഷ്യഗുരന്മാരെല്ലാം അവരെ കൊണ്ട് കഴിയുന്നതെല്ലാം നോക്കി. അവസാനമായി അവരെല്ലാം കൈവെടിഞ്ഞ അവസരം വന്നു. ആ അവസരത്തിൽ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു ഒരു നിയ്യത്ത് അദ്ദേഹം ചെയ്യുകയാണ്. കവിയാണ് അദ്ദേഹം, ഉന്നതനായ കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതാ പാഠവും വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞ് ഞാൻ ഒരു കവിത ചമയ്ക്കാം എന്ന് നിയ്യത്ത് ചെയ്തു. ഇതിൽ 2 കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് എന്ന ഒരു വിഷയം, കവിതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന വിഷയം, ഈ 2 വിഷയങ്ങളും കൂടെ ഒത്തുചേരുകയാണ്.
അദ്ദേഹം നിയ്യത്ത് ചെയ്തത് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് എന്തിനെ ബാധിച്ചു? അപ്പോൾ തന്നെ അദ്ദേഹം ഞെട്ടി ഉണരുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിലായി കണ്ടിരിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് യാതൊരു കാഴ്ചകളും വേറെ ആവശ്യമില്ലാതെ വന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്തുകൊണ്ട് കരയുവാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ തുടക്കം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ മധു പറയുവാൻ, മധുവിൽ കവിത എഴുതുവാൻ തീരുമാനിച്ച കവിക്ക് ഒരു പുതപ്പിട്ട് മൂടിക്കൊടുത്തതായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പുതപ്പിട്ട് മൂടിക്കൊടുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശരീരമാകെ അദ്ദേഹം പരിശോധിക്കുന്നു. യാതൊരു അസുഖത്തിൻ്റെയും ലക്ഷണങ്ങൾ പോലുമില്ല. അദ്ദേഹത്തിന് യാതൊരു അസുഖങ്ങളുമില്ല. രോഗങ്ങളെല്ലാം ശമനമായി ശമിച്ചിരിക്കുന്നു. ഇന്ന് അദ്ദേഹം പൂർണ്ണമായ ആരോഗ്യവാനാണ്. അതോടുകൂടി അദ്ദേഹം ആ സങ്കടത്തിൻ്റെ ഹാലിൽ ചൊല്ലുവാൻ തുടങ്ങിയതാണ് അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജിത്തദം മൻജറ മിമുഖിലത്തിൻ ബിദമി. ഇങ്ങനെ നീണ്ടുപോകുന്നു കവിത. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി. ദീ സലമിലുള്ള അയൽക്കാരെ നീ ഓർത്തുകൊണ്ടാണോ കരയുന്നത്? നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരകൾ വീഴുന്നത് കണ്ണുനീരല്ലല്ലോ, രക്തം നിന്റെ കണ്ണിനെ കലർത്തിയിരിക്കുകയാണല്ലോ. ഈ കവിതയ്ക്ക് മലയാളത്തിൽ ഒരു വിവർത്തനം എഴുതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരു വിവർത്തനം എഴുതി ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അന്നത്തെ ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത് വാങ്ങി ഉടൻ തന്നെ അദ്ദേഹം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു. അപ്പോഴെന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തവർ പരിശോധനയ്ക്ക് വെച്ചു. അതിൻ്റെ സാഹിത്യ ഭംഗിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം പരിശോധിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുവാൻ ഗവൺമെൻറ് തീരുമാനമെടുത്ത ഒരു കവിതയാണ് എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ മുഖവുര നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജിത്തദം മൻജറ മിമുഖിലത്തിൻ ബിദമി എന്ന് പറയുന്ന കവിതയ്ക്ക് മലയാളത്തിൽ അതിൻ്റെ ഭാഷാന്തരം ചെയ്തപ്പോൾ അതിൻ്റെ പകരമായുള്ള വാക്കുകൾ വാക്കുവാക്കായിട്ട് എടുത്തു വെച്ചപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം, ഇന്ന് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് ഉയർന്ന ആശീർവാദങ്ങൾക്കും പരിശോധനകൾക്കും ശേഷം 2005 നമ്മുടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചതാണ് ഈ പുസ്തകം. ഞാൻ അത് നിങ്ങളെ കാണിക്കുകയാണ്. ഇതിൻ്റെ കെട്ടും മട്ടും ചിത്രങ്ങളും ഒക്കെ കാണിക്കുകയാണ്. അത് ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഈ ആദ്യത്തെ 2 വരികൾ തിസലത്തിനരികെ വസിച്ചിടും സജ്ജനത്തിനെ നിനച്ചുകൊണ്ടു നീ, സജ്ജനത്തിനെ നിനച്ചുകൊണ്ടു നീ കേതുവെന്തിക കലർത്തുവാൻ നിനം ചൊൽകനിൻ സജരരോചനങ്ങളിൽ. എന്താണ് കേതുവെന്തിക കലർത്തുവാൻ നിനം ചൊൽകനിൻ സജരരോചനങ്ങളിൽ. വീണ്ടും അദ്ദേഹം പറയുന്നു അതിന് ഞാൻ വീണ്ടും 2 വരി കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കണ്ണിനോട് മതിയെന്നുരയ്ക്കുകൾ കണ്ണുനീരൊഴുകിടുന്നതെന്തിനാ, കൽബിനോട് ശമനത്തിനോതുകിൽ സംഭ്രമിച്ചിടുക എന്നതെന്തിനാ. ഈ വിധത്തിൽ മലയാള കവിത ഞാൻ അങ്ങോട്ട് വച്ചു. അങ്ങനെ വച്ച് കുറേ പദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ കവി പറയുവാൻ തുടങ്ങി. എന്താണ്? ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വർണ്ണിക്കുന്നു. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നിനക്കെങ്ങനെ
എൻ്റെ പ്രേമത്തെ നിനക്ക് നിഷേധിക്കുവാൻ കഴിയും? നീ ആരെയോ പ്രേമിക്കുന്നുണ്ട്. ശരീരമേ ശരീരത്തോട് പറയുകയാണ്, നീ ആരെയോ പ്രേമിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം എന്താണ്? നിനക്ക് ആ സ്നേഹത്തെ മാറ്റി നിർത്തുവാൻ കഴിയുകയില്ലല്ലോ. നിന്റെ കവിൾത്തടങ്ങളിലൂടെ ഓടി ഒഴുകുന്ന കണ്ണുനീർച്ചാലുകൾ അത് ആറുകളായി ഒഴുകി നിന്റെ കവിളിൽ 2 തോടുകൾ കാണാം. അത്രയും നീ കരഞ്ഞ് 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 നീ കണ്ണുനീർ ഒടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇവിടെ കവിത എന്തെല്ലാം വരികയാണ്. ദീപകാലങ്കാരം ഒരു വഴിയിലൂടെ, മജാസ് അഖരി മറ്റൊരു ഇടത്തിലൂടെ, ശുദ്ധ ലക്ഷണ മലയാളത്തിൽ പറയുമ്പോൾ ദീപകാലങ്കാരം എന്ന് മലയാളികൾ പറയുമ്പോൾ ലഫ്നഷർ എന്ന് അറബികൾ പറയുന്നു. അങ്ങനെ മജാസുകളും അലങ്കാര പ്രയോഗങ്ങൾ, ഭാഷാ സാഹിത്യത്തിൽ അലങ്കാര പ്രയോഗങ്ങൾ, അറബി ഭാഷാ സാഹിത്യത്തിൽ അലങ്കാര പ്രയോഗങ്ങൾ 2 കൂട്ടരും എണ്ണിയാൽ എടുക്കാൻ കഴിയുന്ന, അതിനുവേണ്ടിയാണ് ഈ പദങ്ങൾ അതേപടി തന്നെ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ള പദങ്ങൾ അതേപടി നമ്മൾ എടുത്തു വെച്ചത് അതിനു വേണ്ടിയാണ്. നമ്മൾ വേറെ ഒരു പദം എടുത്തു വെച്ചു പോയാൽ അതിൻ്റെ ഭംഗി മാറി, സാഹിത്യത്തിൻ്റെ രീതി മാറി. അവസാനം അദ്ദേഹം 9 വരിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങി, എൻ്റെ ഈ സ്നേഹത്തിന് ഒരു പരിമിതിയുണ്ട്. എനിക്കിനി വേറെ ആരെയും സ്നേഹിക്കേണ്ട കാര്യമില്ല. ഞാൻ പ്രേമിച്ചിരിക്കുന്ന ആ രൂപം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ സ്വപ്നത്തിലായി കണ്ടു. എനിക്കിന്നതെല്ലാം തന്നു, എന്നോട് ഇന്നതെല്ലാം പറഞ്ഞു. അതിന് ഞാൻ ഒരു മലയാളം എഴുതി വെച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഇത്രയും ഭയങ്കരമായി മനസ്സിലാക്കാൻ ഞങ്ങൾ എത്ര ഡിക്ഷണറി നോക്കണം നിങ്ങളുടെ കവിത. ഈ വരികൾക്ക് ഞാൻ മലയാളം എഴുതിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും വിട്ടില്ല. ആമിതൻ പ്രിയനുണ്ട് ആത്മരൂപമെൻ, ഈ ആമിനി നിരത നിന്റെ പോക്കിയും ആഗമൻ ചരിക ദുഃഖ ഹേതുവാൽ സ്നേഹസീമ തടയും രസങ്ങളെ. ഇങ്ങനെ കവിതയെ അങ്ങോട്ട് വച്ചു കൊടുത്തപ്പോഴാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അത് പരിശോധനയ്ക്ക് വന്നപ്പോൾ യഥാർത്ഥ കവിത അറബിയിലെ കവിത തന്നെയായി. ആ അറബിയിലെ പ്രയോഗങ്ങൾ ബഹുമാനപ്പെട്ട ബൂസിരി ഇമാമിൻ്റെ ആ ചൈതന്യം മുഴുവനും ഉജ്ജ്വലിക്കുന്ന മലയാള ഭാഷാ സാഹിത്യത്തിൽ കവിത വച്ചിരിക്കുന്നു. അത് നമുക്ക് തള്ളിക്കളയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിപ്പിച്ചു കൊടുത്താണെന്ന് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസത്തിൽ ഗൾഫ് മലയാളീസ് അസോസിയേഷൻ്റെ നേതാവായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുബൈർ സാഹിബ് എന്നോട് പറഞ്ഞു, ഒരു സുഹൃത്തിൻ്റെ ഒരു ചോദ്യം വന്നിരിക്കുന്നു, സ്വലാത്തുകൾ എത്ര വിധത്തിലുണ്ടെന്ന് പറയാം. ഇതാ കേട്ടുള്ളൂ. മുലായ സല്ലി വസല്ലിൻ ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ഇത് ഈ രീതിയിലാണ് ബുർദ മുഴുവനും എഴുതിയിരിക്കുന്നത്. ഈ മൗലയ രീതി ചൊല്ലുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിപ്പിച്ചു കൊടുത്തതോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നതോ അല്ലെങ്കിൽ നിർദ്ദേശിച്ചു കൊടുത്തതോ ഏത് വിധത്തിൽ വന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചിരുന്ന ഒരു ടൂണാണിത്. ഈ ടൂൺ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കും. മൗലായ മൗ ല യ 3, സ്വല്ലി 2, വസ 2, 3 2 2, ലിം ദായി മൻ 2, ബ ദ 2, 3 2 2 3 2 2 എന്ന എഴുത്തുകൾ 14 ആറുഗണം പാദം 2 ഒന്നുപോൽ ഗുരുവൊന്നെങ്കിലും വേണം. അറതോരോ ഗണത്തിലും യതിമദ്യം പദാതി പൊരുത്തം. ഇത് കേൾക്കാം. ഭാഷാ സാഹിത്യം പഠിപ്പിക്കുമ്പോൾ
സാഹിത്യകാരന്മാർ ഭാഷാ സാഹിത്യത്തിന് വേണ്ടി പഠിക്കുമ്പോൾ കേകവൃത്തത്തിൻ്റെ നിയമം പഠിക്കുന്നത് ഇങ്ങനെയാണ്. ആ കേകവൃത്തം തന്നെയോ എന്ന് നിങ്ങൾ അക്ഷരവണ്ണി നോക്കൂ പറയാം. അതാണ് ഈ കവിത കേകയിലാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ മൗലവിമാരും ഉസ്താദുമാരും മുസ്ലിയാക്കന്മാരും ആലിമികളും ഒക്കെ അമ്പലത്തിലായിരിക്കും ഇങ്ങനെ ഒരു കേകയാണോ ഇത് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ആ കേക ഏതെല്ലാം ടൂണിലേക്ക് വരും. അറബികളുടെ പരിശുദ്ധമായ ടൂൺ അങ്ങോട്ട് വരുമ്പോഴാണ് ആ മൗലായയുടെ രീതി മാറി വരുന്നത്. അതുകൊണ്ട് അതിൽ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കൊള്ളി. അത് കൂടെ അന്വേഷിച്ചിട്ട് കൂടെ ചെല്ലി. അതിനാണ് എല്ലാവരും ഉലമാക്കൾ ഇവിടുത്തെ പണ്ഡിതന്മാരാരാണ്? കൊച്ചു പണ്ഡിതന്മാരൊന്നും നിസ്സാരന്മാരല്ല, ബുദ്ധിമാന്മാർ, ബുദ്ധിശാലികൾ. ആ നബിയെ സ്നേഹിക്കുവാൻ നിങ്ങൾ ഈ ബെയ്ത്തുകൾ കേൾക്കുമ്പോൾ ആ ടൂണിൽ വരുമ്പോഴെല്ലാം നിങ്ങൾ മൗലായ ചൊല്ലിക്കൊള്ളാൻ പറയുന്ന അതാണ്. അപ്പം ഒരു മൗലായ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ 10 കൂലിയെ ഞങ്ങൾക്ക് കിട്ടി. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, സുല്ലല്ലാഹി പറഞ്ഞില്ലേ, ഞാൻ ഒരു സ്വലാത്ത് എൻ്റെ പേരിൽ ചൊല്ലിയാൽ 10 കൂലി, 10 സ്വലാത്ത് അള്ളാഹു അവർക്ക് കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പരിശുദ്ധമായ സ്വലാത്ത്. അപ്പം ഈ ഗ്രന്ഥം ഇത് വന്നത് ഇത് ആ പുറംചട്ട നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഖസീദത്തുൽ ബുർദ പദ്യവിവർത്തനം സുവ്യാഖ്യാനം എന്ന കൃതിയാണ്. ഈ ബുർദയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പുറംചട്ട ഇത് ഞാൻ കൊടുത്തതല്ല. ഇത് ഞാൻ ഇതിൻ്റെ ഭാഗം മുഴുവനും കംപ്ലീറ്റ് ചെയ്ത് സാംസ്കാരിക വകുപ്പിനെ ഏൽപ്പിച്ചതാണ്. ആ സാംസ്കാരിക വകുപ്പിൻ്റെ ജോലിയാണ് ബാക്കിയുള്ളതെല്ലാം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കാരണം മുസ്ലിങ്ങളാരോ അവിടെ നിന്ന് പ്രവർത്തിച്ചതാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അന്നത്തെ ഡയറക്ടർ ഡോക്ടർ രാജൻ വർഗീസ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഇത് നിങ്ങളെ അറിയിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് ഇവിടെ. രാജൻ വർഗീസ് ഡയറക്ടർ, ഡോക്ടർ ബാനർജി രണ്ടാമത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അവർ ഇത് കവർ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവർ ഏൽപ്പിച്ച ഒരാളാണ് ഗോഡ്ഫ്രേ ദാസ്. അതും മുസ്ലിമല്ല. അപ്പോൾ കവർ ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റി ഒരു പ്ലാനും എനിക്കില്ല, എനിക്കതിൻ്റെ അവകാശവുമില്ല. ഞാൻ അങ്ങോട്ടങ്ങ് വിട്ടുകൊടുത്തതാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ജോലിയുമായിട്ട് അവരങ്ങോട്ട് എടുത്തതാണ്. എന്നിട്ട് അടുത്ത മാസത്തിൽ ഡിസൈനിങ് എല്ലാം കഴിഞ്ഞിട്ട് പുസ്തക രൂപത്തിൽ എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മനോഹരമായ ഒരു കവർ കാണുന്നു, ചിത്രം കാണുന്നു. എന്തൊക്കെയാണ് ഇത് കാണുന്നത്? അടിയിലൂടെ ഒരു മത്സ്യം, ഒരു ജലാശയം കാണുന്നു, മുകളിൽ ചെടികൾ വൃക്ഷങ്ങളിലെല്ലാം നിൽക്കുന്നു, താഴെ കൂടെ ഒരു ഈ മത്സ്യം ആണെന്ന് എനിക്ക് തോന്നുന്നല്ലോ. ഇതെന്താണ്? അപ്പോൾ അവരോട് തന്നെ ചോദിച്ചു, അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. അങ്ങനെയല്ലേ ചോദിക്കേണ്ടത്? ഗോഡ്ഫ്രേ ദാസ്, ഇത് എന്താണ് ഇങ്ങനെ ഒരു ചിത്രം കാണുന്നത്? അത് നിങ്ങൾക്കറിഞ്ഞൂടെ? മോശ, നിങ്ങൾ പറയുന്ന മൂസാ നബി അലൈഹിസ്സലാം ഒരു മത്സ്യക്കൂടയും തലയിൽ വെച്ചുകൊണ്ട് പോയപ്പോൾ, വഴിപിണങ്ങി മുമ്പോട്ട് പോയപ്പോൾ ഒരു വഴിയിൽ ചെന്ന് എടുത്തിയാടിപ്പോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. ആ മത്സ്യത്തിനെ കാണിച്ചിരിക്കുകയാണ്. അത് വിജ്ഞാനത്തിൻ്റെ മത്സ്യമാണ്. വിജ്ഞാനം കാണിച്ചു കൊടുക്കുവാൻ, വിജ്ഞാനത്തിന് വഴി കാണിച്ചു കൊടുക്കുവാനുള്ള ലക്ഷ്യത്തിലാണ് അത് പോയത്. അതിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ അടിയിൽ കൂടെ ഒരു മത്സ്യം, മുകളിൽ അറേബ്യൻ സംസ്കാരം വന്നിരിക്കുന്ന വഴികളാണ് മുകളിൽ കാണിച്ചിരിക്കുന്നതൊക്കെ പറയാൻ എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതിലൊന്നും തന്നെ മുസ്ലിങ്ങൾ ആരും പങ്കെടുത്തിട്ടില്ല പ്രസിദ്ധീകരണത്തിൽ ഒന്നിൽ. എന്നിട്ടെന്താണ് ഇത്രയും സാഹിത്യം നിറഞ്ഞ അറബി സാഹിത്യത്തിൽ അങ്ങേയറ്റം നിൽക്കുന്ന ബുർദ, ഖസീദത്തുൽ ബുർദ, ആ ബുർദ ഇതുവരെയും കവിതാരൂപത്തിൽ ഇറങ്ങിയിട്ടില്ലാത്ത ബുർദ. ഇന്ന് കവിതയെ ഇത്രയും കാലം വന്നു കഴിഞ്ഞിട്ടും, ആ കോപ്പികളെല്ലാം അച്ചടിച്ച് തീർന്നു കഴിഞ്ഞിട്ടും അടുത്ത കോപ്പി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഘട്ടത്തിലും ഇതിൻ്റെ ഒരു വരിയെങ്കിലും ഭാഷാ സാഹിത്യം പഠിക്കുന്ന കോളേജുകളിൽ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ കിട്ടാത്തത് എന്താണെന്ന് പലരും ചോദ്യം വയ്ക്കുന്നു.
ഞാനും എന്താണെന്ന് ചോദ്യം വെച്ചു. അപ്പോൾ ചിലർ പറയാൻ തുടങ്ങി ഇതെല്ലാം ചില വംശീയാക്രമണം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ന്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും വംശീയാക്രമണം ഉണ്ടോ? പ്രസിദ്ധീകരണത്തിൽ വംശീയാക്രമണം വന്നോ? യാതൊന്നിലും വന്നിട്ടില്ല വംശീയാക്രമണം. എന്നാൽ ഇത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് സാഹിത്യരംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ വഴികൾ തടഞ്ഞു വെച്ചിരിക്കുന്നു. ആരൊക്കെയാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അതിനൊരു മാറ്റം ഉണ്ടാക്കി തീർക്കുകയും യഥാർത്ഥ സാഹിത്യരംഗത്തേക്ക് വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ, വിജയം വന്നു എന്ന് പറയുവാൻ, സ്വാതന്ത്ര്യം വന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയുള്ളൂ. സഹോദരങ്ങളെ, അതങ്ങോട്ട് മാറ്റിവെക്കാം. വന്നപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണെന്നറിയുമോ? എന്താ പറഞ്ഞിട്ട് വന്നത്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ ഉച്ചരിച്ചുകൊണ്ട് ഗാനം ആലപിക്കുവാൻ നിയ്യത്ത് ചെയ്ത ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹുവിന് നൽകിയ പുതപ്പിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ ഖസീദത്തുൽ ബുർദ ഉന്നതമായ രീതിയിൽ ഉണർന്നു. അദ്ദേഹം ആ കവിത വർണ്ണിക്കാൻ തുടങ്ങി. ആ കവിത നിർത്തുന്നില്ല, കവിത തന്നെ നിർത്തി അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന്. ആ കവിത തന്നെ അടുത്ത ദിവസത്തിലെടുക്കാൻ കഅബ് ബിൻ സുഹൈറിന് കൊടുത്ത, ജീവിച്ചിരുന്ന കാലത്ത് കൊടുത്ത പുതപ്പ്. സാഹിത്യരംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണ് സമർപ്പണം ചെയ്തതെന്ന് ചിന്തിക്കുന്നവരും ചോദിക്കുന്നവരും ഉണ്ട്. അവർക്ക് മറുപടി കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു എവിടെയും തീരാത്ത മദ്ഹ്, ആർക്കും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത മദ്ഹ്. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്ഥാനത്തങ്ങ് നീ وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. ആർക്കും കയറിപ്പോകുവാൻ കഴിയാത്ത മണ്ഡലത്തിലേക്ക് അങ്ങ് കയറിപ്പോയി. ആകാശത്തിൻ്റെ പടികളെല്ലാം കടന്ന് അല്ലാഹുവിൻ്റെ മുമ്പിൽ അങ്ങ് എത്തിച്ചേർന്നു. ആരും എത്താത്തൊരു സ്ഥാനത്ത്, കാബ കൗസൈനി എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് എങ്ങിയെത്തി. അതിൻ്റെ വിശദീകരണം ഞാനിപ്പോൾ പറയല്ല. അത്രയും അടുത്ത ഭാഗത്തെത്തില്ലം തുതിറക്കുവല്ലം തുറമീ, ആരാരും എത്തിയിട്ടില്ലാത്ത സ്ഥാനം. ആകാശമണ്ഡലം എന്താണെന്ന് നിങ്ങളോട് വിശദീകരിക്കുന്നതിന് 2-3 ദിവസം എടുത്തെങ്കിൽ മാത്രമേ മനസ്സിലാകൂ വാനശാസ്ത്രജ്ഞന്മാരെ. ആകാശം എന്താണെന്ന് പറയുവാൻ നിങ്ങൾ കണ്ണു തുറന്ന് നിങ്ങൾ നോക്കൂ, എവിടം വരെ നിങ്ങൾക്ക് എത്താം. നിങ്ങളുടെ ഉപകരണങ്ങളെല്ലാം വെച്ച് നോക്കൂ, എവിടം വരെ എത്താം. അതൊക്കെ വിശദീകരിക്കാൻ വരട്ടെ, ഞാൻ ഇപ്പോഴും അത് തുടർന്നില്ല. അവിടെ അത്രയും ഉയർന്ന ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേർന്നു എന്ന് പദവികൾ വർണ്ണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവികൾ വർണ്ണിക്കുക. ആ വരവിനൊത്ത് അതേ മുതലായ രീതിയിലാണ് ഈ ബൈത്ത് തീരുന്നത്. എന്ന് പറഞ്ഞാൽ കേകവൃത്തത്തിലാണ് ഇതെല്ലാം പോകുന്നത്. കേകവൃത്തം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഭാഷാ സാഹിത്യവും കടന്നു വരട്ടെ, അറബി സാഹിത്യവും കടന്നു വരട്ടെ, ഒന്നിച്ചവർ തരട്ടെ. ഈ ഖസീദത്തുൽ ബുർദ അവസാനിപ്പിക്കുന്ന രംഗം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തിയേക്കാം. എങ്കിൽ മാത്രമേ ഖസീദത്തുൽ ബുർദയുടെ സംസ്കാരം എന്താണെന്നും ഉയർന്ന പദവി എന്താണെന്നും ഒരു സാഹിത്യകാരന് ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. സാഹിത്യകാരന്മാർക്ക് മാത്രമേ ഖസീദത്തുൽ ബുർദയുടെ സാഹിത്യ മാധുര്യം എന്താണെന്ന് അറിയുവാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം അവസാനിപ്പിക്കുന്ന രംഗം ഏതാണെന്നറിയാമോ? ബുർദ وأترب
അറബികളുടെ മധുരമനോഹരമായ ആ മാധുര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ രസം നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. മാറന്നത്ത് അഥവാ തുൽബാൻ, അൽബാൻ വൃക്ഷത്തിൻ്റെ ശാഖകളിലൂടെ കിഴക്കൻ കാറ്റ് അടിച്ചു വീശുന്നതുവരെയും. സലാത്താണ് ഇവിടെ. സലാത്ത് എത്ര മാത്രമുണ്ട്, എത്ര രീതിയിലുണ്ടെന്ന് ഇന്നലെ ചോദ്യം വന്നു കൽവിൽ നിന്ന്. ആ ചോദ്യത്തിന്റെ മറുപടി കൂടിയാണ് ഇതും ഒരു സലാത്താണ്. സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു രണ്ട് പഠനം ഇരിക്കട്ടെ. ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു ഉയർത്തിയെടുത്ത ആ സാഹിത്യമണ്ഡലം സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, സലാത്ത് എത്ര രീതിയിലുണ്ടെന്ന് ചോദിച്ചാണ്. എത്രയോ ആയിരക്കണക്കായ സലാത്ത് രീതികളാണ്. അതിന് മാത്രം ഒരു ദിവസം നമുക്ക് എടുക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അത് അവരോട് ആ മറുപടികൾ പറഞ്ഞു കൊടുത്തുള്ളൂ. വാൻഭുജത്തിന്റെ ഇടയിലൂടെ കിഴക്കൻ കാറ്റ് അടിച്ചു വീഴുന്ന കാലമത്രയും ഒട്ടകക്കൂട്ടങ്ങളെ മധുര മനോഹരമായ ഉണർത്തുപാട്ടുപാടി ഉണർത്തുവാൻ ഒട്ടകപാലന്മാർ തയ്യാറാകുന്ന ആ സായംകാലം നീണ്ടു നിൽക്കുന്ന കാലമത്രയും എന്താണ് ഇവിടെ നടക്കുന്നത്? ഒട്ടകക്കൂട്ടങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടി മധുരഗാനം പാടി ഉയർത്തുമ്പോൾ ആ ഒട്ടകങ്ങളെല്ലാം അവരുടെ യാത്രകൾ, അവരുടെ പരിശ്രമങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അവരുടെ ആലയങ്ങളിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇതേതാണെന്നറിയാമോ? ഈ ഒട്ടകങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സാഹിത്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. അറബി സാഹിത്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. നിരന്നു കിടക്കുന്ന ഒട്ടകക്കൂട്ടങ്ങൾ എന്ന് പറയുന്ന അല്ലാഹുവിൻ്റെ ദാസന്മാരായ പ്രിയപ്പെട്ട ദാസന്മാർ, ഇബാദത്തെടുത്തുകൊണ്ട് കഴിയുന്ന ദാസന്മാർ, അവർ ആ ദാസ്യവൃത്തിയിൽ അവർ പരിലസിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരെ പാടി ഉണർത്തുന്നു. ഉലമാക്കളാകുന്ന പാലന്മാർ, ഒട്ടകപാലന്മാർ, ഉലമാക്കൾ അവരെ പാടി ഉണർത്തുകയാണ്. അവർ ഇതാ പോകുന്നത് എവിടെ? സ്വർഗത്തിലേക്ക് പോകുവാൻ അവരുടെ സമയം അടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന അറിയിപ്പാണ് ഇവിടെ. ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഈ ബുദ്ധയ്ക്ക് കൊടുത്തിരിക്കുന്ന സാഹിത്യകാരന്മാർ കൊടുത്തിരിക്കുന്ന ചിന്ത. ഈ വരി കേൾക്കുമ്പോൾ തന്നെ ഇത് അവസാനിപ്പിക്കാൻ പോകുകയാണ് എന്ന് ഒരു സാഹിത്യകാരന് പറയാൻ കഴിയും. ഭാഷാ സാഹിത്യകാരനും പറയും, അറബി ഭാഷാ സാഹിത്യകാരനും പറയും. അത്രയും ഉയർന്ന രീതിയിലുള്ള ഉന്നതമായ സാഹിത്യ ഭംഗിയിൽ മനോഹരമായി സമാപന ശോഭനം സ്ഥാപിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഖസീദത്തുൽ ബുർദയാണ്. അതുകൊണ്ട് ഇതിൻ്റെ വരികൾ തേഞ്ഞു പോകാതെ സാഹിത്യ രംഗത്തിൽ ഉണ്ടാകണം. അറബി സാഹിത്യ രംഗത്തുണ്ട്, അത് ശരി, ഞങ്ങൾ സമ്മതിക്കാം. അറബി ബുർദ ടെസ്റ്റുകൾക്ക് വെച്ചിട്ടുണ്ട്, അതും സമ്മതിക്കാം. ഭാഷാ സാഹിത്യം എന്ന് പറയുന്നത് മലയാള ഭാഷാ സാഹിത്യമാണ്. ആ സാഹിത്യത്തിൽ വരാൻ വേണ്ടി ഈ കവിതകളുടെ രൂപം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന അതേ പദങ്ങൾ തന്നെ എടുത്തു വയ്ക്കാൻ കാരണം ഇതാണ്. പലരും ചോദിച്ചു എന്തുകൊണ്ട് ലളിതമായ പദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പദമാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പദങ്ങൾക്കനുസരിച്ച് ആ സാഹിത്യ രംഗത്തുള്ള പദങ്ങൾ തന്നെ എടുത്തു വെച്ചതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗവൺമെൻറ് ലെവലിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു തന്നത്. റഹ്മാനായ റബ്ബ് വളരെ നല്ല നിലയിൽ ഇതാക്കി കൊടുക്കുകയും റഹ്മാനായ റബ്ബ് അവൻ്റെ കാരുണ്യത്തോടുകൂടി ഈ കവികൾക്കും നമുക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്തു കാണുവാൻ ഉള്ള തൗഫീഖ് നൽകും. എല്ലാവരും ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്ന, ഇത് പ്രചരിപ്പിക്കുവാനും പ്രവർത്തിക്കുവാനുമായി ഗൾഫ് മേഖലയിൽ ഒരുപാട് സംഘങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും ആനന്ദ തുന്തിലമായ സ്നേഹത്തോടുകൂടി ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു, പ്രാർത്ഥനകൾ ചെയ്യുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഇവിടെ നമ്മുടെ സഹകാരികളായി നിൽക്കുന്ന നമ്മുടെ ഈ അക്കാഡമിയുടെ ഹദീസ് അക്കാഡമിക്ക് സേവനം അനുഷ്ഠിക്കുന്ന
ഇതിൻ്റെ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ജനാബ് സാജിദ് മന്നാനി, ഉലമാക്കളുടെ ഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സാജിദ് മന്നാനി, തടത്തിൽ ഷംനാഥ്, തടത്തിൽ ഷാഫി, ഉവൈസ് അലി, മറ്റേ ഉണ്ടായിരുന്നു ഉവൈസ്, വാഹിദ്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന. അവർക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബ് കാരുണ്യപുരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവർക്ക് കൊടുത്ത ആ കാരുണ്യപുരം നമുക്കെല്ലാവർക്കും തന്ന് അള്ളാഹു നമ്മെ അലങ്കരിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അലങ്കരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 3 സ്വലാത്തോടുകൂടി നമുക്ക് നിർത്താം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.